KSUക്കാരനെ കഞ്ചാവുമായി കയ്യോടെ പിടിച്ചപ്പോൾ യൂത്ത് നേതാവായിട്ടുള്ള അബിൻ വെറുക്കി ഒരു ഉളുപ്പുമില്ലാതെ മാതൃഭൂമി ചർച്ചയിൽ വന്നിരുന്ന് ഒരു ഡയലോഗ് അടിച്ചു. കേൾക്കണം. അതായത് ഇത്രയും വലിയ വാർത്തകളും ഒപ്പം റൂമിലുണ്ടായിരുന്ന ആകാശിനോടൊപ്പമുള്ള ആദിലും സാക്ഷ്യപ്പെടുത്തുന്നു KSU നേതാവാണെന്ന്. പക്ഷേ നമ്മുടെ അബിൻ വർക്കി അതിതുവരെ കേട്ടതുമില്ല. അദ്ദേഹം അതിനെ സംബന്ധിച്ച് നടത്തിയ വിചിത്ര ന്യായീകരണം ഒന്ന് കേട്ടെ. അതായത് ഇപ്പോൾ ഏതാണ്ട് 18 മണിക്കൂറായി ഈ ആകാശം എന്ന് പറഞ്ഞ് പിടിച്ച് റിമാൻഡിലായ ആ വ്യക്തിക്ക് KSUവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അവൻ്റെ ഒരു ചിത്രമോ KSU നേതാക്കന്മാരുടെ ഒപ്പം നിൽക്കുന്ന ഒരു പടമോ അവനൊരു പരിപാടിയിൽ പങ്കെടുക്കുന്ന പടമോ കോൺഗ്രസിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന പടമോ കോൺഗ്രസ് നേതാക്കന്മാരുമായി നിൽക്കുന്ന ചിത്രമോ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും CPM സൈബർ സേന ഇതിനോടകം പുറത്തു വിടില്ലേ മാധു? ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവരെന്നെ പൊട്ടന്മാരാണോ? ഇവിടെ വന്ന് ഒരു വായ്ത്താരി പോലെ ആകാശ് KSUക്കാരനാണ് എന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അതൊക്കെ വിശ്വസിക്കാൻ പാകത്തിന് മണ്ടന്മാരാണോ? ഏതെങ്കിലും ഒരു നേതാവിൻ്റെ കൂടെ ഒരു ചിത്രം എടുക്കില്ലേ? അവൻ എന്തെങ്കിലും KSUമായി ഒരു കുലബന്ധമെങ്കിലും ഉണ്ടാവില്ലേ? ചുമ്മാ ഇങ്ങനെ വന്ന് ഈ പച്ച നുണ ജീവത്സ്യം തന്ത്രം പോലെ അവൻ KSUക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്തെങ്കിലും ശരിയാവും? എന്തോന്നിടെ ഇത് യൂത്തന്മാരുടെ തൊലിക്കട്ടി നോക്കണേ. അതായത് ഒരു വിഷയത്തെ ന്യായീകരിക്കുന്നത് ഇതിപ്പോൾ 2 കിലോ കഞ്ചാവ് SFIക്കാരിൽ നിന്നാണ് ഇതേ രീതി ആയിരുന്നെങ്കിൽ ഇവരുടെ ന്യായീകരണം ഈ രീതിയിലായിരിക്കും. ഈ നാട്ടിലുള്ളവരെ മുഴുവൻ പൊട്ടന്മാരാക്കുന്ന രീതി നോക്കിയേ. അതായത് സതീശനും കുറച്ച് യൂത്തന്മാരും അഖിലലോക മണ്ടന്മാരാണ്. ആ അഖിലലോക മണ്ടന്മാർ കരുതുകയാണ് ഈ ലോകം മുഴുവൻ ഇങ്ങനെയാണെന്ന്. ഞാൻ അടിക്കുന്ന വായ്ത്താരികൾ വിവരക്കേടുകളെല്ലാം ജനം തൊണ്ട തൊടാതെ വിഴുകുന്നുണ്ടെന്ന് ഈ അഖിലലോക മണ്ടൻ ടീംസ് അങ്ങ് വിചാരിക്കുകയാണ്. എന്തായാലും ആ ചർച്ചയിൽ തന്നെ SFI സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള PS സഞ്ജീവ് അങ്ങ് പൊളിച്ചു കൊടുത്തു. അതായത് ആ പ്രതികരണമെടുത്ത് മാധുവിന് അയച്ചു കൊടുത്തു. അത് കേൾപ്പിക്കാൻ ആവശ്യപ്പെടുന്നു. അപ്പോഴും അവിടെ ഇരുന്ന് ന്യായീകരണം അടിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ ശിഷ്യഗണത്തിൽപ്പെട്ട KSU നേതാവായിട്ടുള്ള ആദിൽ നിഷാൻ KH. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ മാധുവിന് അയച്ചിട്ടുണ്ട്. KSUവിൻ്റെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് കഴിഞ്ഞ വർഷം മത്സരിച്ച കുട്ടി. ആ കുട്ടി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഈ പറഞ്ഞ ആകാശ് KSUവിൻ്റെ നേതാവാണ്, ഞങ്ങളുടെ നേതാവാണ്, ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണ്. ഇത് അയാളുടെ പ്രസ് മീറ്റ് നിങ്ങൾ കണ്ടായിരുന്നല്ലോ. നിങ്ങളെല്ലാവരും വൈത്താരി പോലെ കൊടുത്തതല്ല. അത് ഞാൻ മാധുവിൻ്റെ വാട്സപ്പിലേക്ക് അയച്ചിട്ടുണ്ട്. അതൊന്ന് പ്ലേ ചെയ്യൂ, ഒന്ന് കേട്ടുനോക്കൂ. അയാൾ ആവർത്തിച്ചു പറയുന്നുണ്ട് നിങ്ങൾ ഈ പറഞ്ഞ ഈ 2 കിലോ കഞ്ചാവ് പിടിച്ച പ്രതി KSUവിൻ്റെ നേതാവാണ്. കേട്ടില്ലേ? ഇനി എന്താണ് ആദിൽ പറഞ്ഞ ആ ക്ലിപ്പ് ഒന്നുകൂടി കേൾക്കൂ. ഈ ലോകം മുഴുവൻ കേട്ടു. പക്ഷേ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്സുകാരുടെയും ചെവിയിൽ ആപ്പടിച്ച് വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മാത്രം കേൾക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരു KSU നേതാവിൻ്റെ വെളിപ്പെടുത്തൽ അവർക്ക് മാത്രം കാണാൻ കഴിഞ്ഞില്ല, അവർക്ക് മാത്രം കേൾക്കാൻ കഴിഞ്ഞില്ല. KSU എന്ന പ്രസ്ഥാനത്തിൽ ഇവിടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചതാണ്, എന്നിട്ട് വിജയിച്ചിട്ടില്ല. ആകാശ് ഭാരവാഹിയാണോ? പക്ഷേ ആകാശ് ഞങ്ങളുടെ ഒപ്പം KSUവിനൊപ്പം ഉള്ളതാണ്. ആകാശ് ഭാരവാഹിയാണോ? പക്ഷേ ആകാശ് ഞങ്ങളുടെ ഒപ്പം KSUവിനൊപ്പം ഉള്ളതാണ്. കേട്ടല്ലോ, ഈ അബിൻ വർക്കിയുടെ ഇതേപോലത്തെ ഒരു പൊട്ടംകളി 24 ചാനലിലെ അധമ മാപ്രയുടെ ഭാഗത്തു നിന്നുണ്ടായതും ഇതിനോടൊപ്പം തന്നെ വിചിത്ര കാഴ്ചയായിരുന്നു. ഇവിടെ ആ കളമശ്ശേരി പോളിടെക്നിക്കുകളിലെ പ്രതി ആകാശ് റിമാൻഡിൽ എന്ന വാർത്ത വരുന്നുണ്ട്. കഞ്ചാവ് സൂക്ഷിച്ചത് വിൽപ്പനയ്ക്കായെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആകാശ് വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിൽപ്പന നടത്തുന്ന ആളാണെന്നും ആ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പൊ കച്ചവടക്കാരനാ അദ്ദേഹം പ്രവർത്തകനല്ലേ? ആകാശ് KSU പ്രവർത്തകനാണ്. അയാളുടെ കയ്യിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ, അയാളുടെ റൂമിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പിടിച്ചിരിക്കുന്നത്. 1 കിലോ വീഴുന്നത് സ്വാഭാവികം. അവിടെ കിടന്ന് ഉരുണ്ട് മറിയുന്നതും കേരളത്തിലെ മാധ്യമങ്ങൾക്കകത്തിരുന്ന് ഞങ്ങൾ എന്ത് വിളിച്ചു പറഞ്ഞാലും തിരിച്ചത് ചോദ്യം ചെയ്യില്ല, അതിനെ വേണ്ട രീതിയിൽ പൊളിച്ചു വിടില്ല എന്ന ആത്മവിശ്വാസത്തിൽ വന്നിരുന്ന് ഇമാതിരി വർത്തമാനം പറയാനുള്ള തൊലിക്കട്ടിയുണ്ടല്ലോ. യവനൊക്കെ ഈ നാടിൻ്റെ ഭരണം കിട്ടിയാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയേ. അതായത് എന്ത് കാര്യത്തിലും കള്ളം പറയുന്നവർ, അത് ഏത് വിഷയമായിക്കോട്ടെ, വാ തുറന്നാൽ ആദ്യം കള്ളമേ വരുള്ളൂ. കള്ളങ്ങൾ ചാലിച്ചുകൊണ്ട് കഥകൾ മെനയുക, അങ്ങനെയുള്ളവർ നടത്തുന്ന ഈ പ്രചരണം ഇത് കേരളത്തിലെ പൊതുസമൂഹം കാണണം. കാര്യം ഇവരോടൊപ്പം ചെന്ന് ചേരുന്ന കുട്ടികൾ അവർ എന്തായി തീരുമെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കും. സമൂഹത്തിൽ മാതൃകയായിട്ടുള്ള ചെറുപ്പങ്ങളാവൂ? ഒരിക്കലുമില്ല. കള്ളവും കപടവും പെനത്തിരിട്ടി എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും പോലെ അടിമുടി ഉടായ്പായി മാറും. ഒന്നുമില്ലെങ്കിലും ന്യായീകരിക്കാതിരുന്നൂടെ, തള്ളിപ്പറഞ്ഞൂടെ? അതല്ലേ അന്തസ്. ഞങ്ങളോടൊപ്പമുള്ള ഫോട്ടോ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഈ വിടുവായന്മാർ കേരളത്തിൻ്റെ മുത്തശ്ശി പാർട്ടിയുടെ വരുംകാല തലമുറയായെങ്കിൽ അതിലെ അടുത്ത ജനറേഷനിലെ കൂഴകളെന്ന് ഈ നാട്ടുകാർ അഭിസംബോധന ചെയ്താൽ കുറ്റം പറയാൻ പറ്റില്ല.